പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഹോർമുസിൽ കപ്പലിന് തീപിടിച്ചു. ഇതോടുകൂടി തന്നെ ഇനി കരയുദ്ധമാണോ എന്ന ഭീതി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ 2 മരണം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ തുടർച്ചയായ 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയും ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ അമേരിക്ക ശക്തമായ മിസൈൽ ആക്രമണം നടത്തി. ഇറാൻ ഇറാഖ് അതിർത്തിക്ക് സമീപമുണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് 2 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. അമേരിക്കയുടെ ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളായി മാറുകയാണ്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ പ്രധാന ജീവനാഡിയായി കണക്കാക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക ഉയരുകയാണ്. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന ഒരു വൻ എണ്ണ കപ്പലിൽ ഉണ്ടായ ശക്തമായ സ്ഫോടനവും തുടർന്ന് തീപിടുത്തവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് ഇടയാക്കുകയാണ്. ഇതോടൊപ്പം തന്നെ എണ്ണ പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാധ്യതയും ഏറെയാണ്. കപ്പലിൽ മൈൻ സ്ഥാപിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നും ഇവിടെ ഇറാൻ ആരോപണം ഉന്നയിക്കുന്നു. സംഭവത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ട് എന്നും അതിന് ശക്തമായ മറുപടി നൽകുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. സംഭവത്തെ തുടർന്നുകൊണ്ട് അതേ പാതയിലൂടെ സഞ്ചരിക്കുന്ന 2 വൻ എണ്ണക്കപ്പലുകൾ യാത്ര ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ സുരക്ഷിതമായ മേഖലയിലേക്ക് മടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. അതുമാത്രമല്ല, ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ഭീഷണി ഇതോടുകൂടി തന്നെ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നതാണ് വിലയിരുത്തൽ. മാത്രമല്ല, ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 ഹോർമുസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏത് സൈനിക സംഘർഷവും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുകയാണ് എന്നത് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാകുമെന്ന ആശങ്കയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ തന്നെ ചെങ്കടലിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു നിർണായക സുപ്രധാനമായ ബാബ് എൽ മന്ദേബ് ആകട്ടെ കടലിടുക്കിലും സുരക്ഷാ ഭീഷണി വർദ്ധിച്ചു വരികയാണ്. ഇറാന്റെ പിന്തുണയുള്ള സഖ്യസേനകളാകട്ടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പും വരുന്നത്. വിവിധ രാജ്യങ്ങളുടെ സുരക്ഷാ ഏജൻസികൾ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഉപരോധങ്ങളും സൈനിക നടപടികളും തുടർന്നാൽ തന്നെ അന്താരാഷ്ട്ര എണ്ണ വിതരണം തടസ്സപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടക്കുമോ എന്നതും ഇറാനും സഖ്യ നേതാക്കളുമാകട്ടെ അതായത് സഖ്യസേനകളും ഇത്തരത്തിൽ ആവർത്തിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഇനിയും വ്യാപിച്ചാൽ ലോകവ്യാപകമായ ഊർജ്ജ പ്രതിസന്ധിക്കും ചരക്ക് ഗതാഗത തടസ്സങ്ങൾക്കും വിലക്കയറ്റത്തിനും വഴിവെക്കുമെന്ന ആശങ്കയാണ് ഇവിടെ സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. അതേസമയം അമേരിക്കയുടെ പുതിയ ആക്രമണത്തെക്കുറിച്ചോ ഹോർമുസിലെ എണ്ണക്കപ്പൽ സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചോ ഇവിടെ സ്വതന്ത്രമായ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷം അവിടെ നിയന്ത്രണാതീതമാകുന്ന സാഹചര്യത്തിലാണ് നിലവിൽ ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന്റെ സാമ്പത്തിക സുരക്ഷയെയും ഊർജ്ജ വിതരണത്തെയും ഒരേപോലെ തന്നെ ബാധിക്കുന്ന നിർണായക സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകൾക്കകം തന്നെ പശ്ചിമേഷ്യയിൽ അരങ്ങേറുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.